ശ്രീവിദ്യ തന്ത്രത്തിലെ വളരെ ഗൗരവമായ ഒരു അന്തർദർശനം. ശ്രീചക്രത്തിലെ 43 കോണുകൾ മനുഷ്യൻ്റെ അന്തരശക്തിയെ, ബോധപരിണാമത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് മനസ്സിലാക്കാൻ ആദ്യം ശ്രീചക്രത്തിൻ്റെ അടിസ്ഥാന ഘടന നമ്മൾ മനസ്സിലാക്കണം. ശ്രീചക്രത്തിൻ്റെ 43 ത്രികോണങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 9 വലിയ ത്രികോണങ്ങളും അവ പരസ്പരം കടന്ന് കയറുമ്പോൾ ആകെ 43 ചെറിയ ത്രികോണങ്ങളും ഉണ്ടാവുകയാണ്. ഇവ ശക്തിയുടെ 43 പ്രഭാവങ്ങൾ എന്ന് ശ്രീവിദ്യയിൽ പറയുന്നുണ്ട്. ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ത്രികോണം ശക്ത ദർശനത്തിൻ്റെ, ശാക്തേയത്തിൻ്റെ ഒരു പ്രധാന രൂപമാണ്. മുകളിലേക്ക് നോക്കുന്ന ത്രികോണം ശിവതത്വം, ബോധം. താഴേക്ക് നോക്കുന്ന ത്രികോണം ശക്തിതത്വം, പ്രകൃതി, ഊർജം. ഇവ രണ്ടും ചേർന്നാൽ, ശിവതത്വവും ശക്തിതത്വവും ചേർന്നാൽ നമുക്ക് ലഭിക്കുന്ന സൃഷ്ടി. ഇവ രണ്ടും ചേർന്നിട്ടാണ് നമ്മുടെ ശ്രീചക്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 43 ത്രികോണങ്ങൾ മനുഷ്യൻ്റെ അന്തരശക്തിയെ, ആന്തരികതയെ, ശ്രീവിദ്യ ആചാര്യന്മാർ പറയുന്നത് പോലെ ഈ 43 ത്രികോണങ്ങൾ മനുഷ്യൻ്റെ മാനസിക ആത്മീയമായ ഊർജങ്ങളുടെ പ്രതീകമായിട്ട് സാധാരണമായി അവയെ വിവിധ വിഭാഗങ്ങളായി കാണിക്കാൻ സാധിക്കും. 5 പ്രധാന ശക്തികൾ, മനുഷ്യ ജീവിതത്തിലെ 5 അടിസ്ഥാന ശക്തികൾ. ശക്തി എന്ന് പറയുന്നത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ചിത്തശക്തി, ആനന്ദശക്തി. ഇച്ഛാശക്തി എന്ന് പറയുന്നത് ആഗ്രഹം, ജ്ഞാനശക്തി എന്ന് പറയുന്ന അറിവ്, ക്രിയാശക്തി എന്ന് പറയുന്ന പ്രവർത്തനം, ചിത്തശക്തി എന്ന് പറയുന്ന ബോധം, ആനന്ദശക്തി എന്ന് പറയുന്നത് ആത്മസന്തോഷം. ഈ ശക്തികളുടെ വിവിധ സംയോജനങ്ങളാണ്, കോമ്പിനേഷൻസ് ആണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ് 43 രൂപങ്ങൾ. മനസ്സിൻ്റെ 43 പരിണാമങ്ങളായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ചില ശ്രീവിദ്യ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ 43 പ്രധാന പ്രവണതകളുണ്ട് എന്നാണ്. 43 തരത്തിലുള്ള ചിന്താശക്തികളുണ്ട് എന്നാണ്. അതിനുദാഹരണമായിട്ട് നമുക്ക് ഭയം, ആഗ്രഹം, സ്നേഹം, കരുണ, ധൈര്യം, വിവേകം, സമാധാനം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 43 ദേവതകൾ, ഓരോ ത്രികോണത്തിലും ഓരോ ദേവതാശക്തിയും അത് സൂചിപ്പിക്കുന്ന പ്രത്യേക ബോധാവസ്ഥയും ശ്രീചക്രത്തിലൂടെ നമുക്ക് ദൈവീ സങ്കല്പത്തിൻ്റെ ഉള്ളറകളിലേക്ക് കയറാൻ സാധിക്കും. ആത്മീയമായ ആന്തരികമായ യാത്രയ്ക്ക് ഈ 43 ത്രികോണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൻ്റെ ശുദ്ധീകരണ യാത്രയായിട്ട് ഇന്ദ്രിയലോകം, ആഗ്രഹങ്ങൾ, അഹങ്കാരം, അന്വേഷണം, ജ്ഞാനം, അവസാനം ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള വഴികളായിട്ട്, ഘട്ടങ്ങളായിട്ട്, ലെവലുകളായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ലളിതാ സഹസ്രവുമായിട്ടുള്ള ബന്ധം, ലളിതാ സഹസ്രനാമം, അതിൽ പറയുന്ന നാമങ്ങൾ ഈ ത്രികോണത്തിലെ ശക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ചിദഗ്നികുണ്ഡ സംഭൂത, രാജരാജേശ്വരി, ത്രിപുരസുന്ദരി എന്നീ വാക്കുകളൊക്കെ ലളിതാ സഹസ്രനാമം എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ തരുണത്തിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഗീതയുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന 3 ഗുണങ്ങൾ, രാജ, തമോ, സത്വഗുണങ്ങൾ. സത്വഗുണം എന്ന് പറയുന്ന ശുദ്ധിയുടെയും, രജോ ഗുണം എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെയും, താമസികതയുടെ, അജ്ഞാനത്തിൻ്റെ ഗുണവും. ഇത് 3 ഗുണങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മറക്കരുത്. ഗുണങ്ങളുടെ സംയോജനമാണ് മനുഷ്യൻ്റെ ബോധാവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ശക്തികളുടെ ഭാവങ്ങളാണ്. ബിന്ദു എന്ന് പറയുന്ന അന്തിമ രഹസ്യം, ഈ 43 ത്രികോണങ്ങളുടെ മധ്യത്തിലുള്ള ബിന്ദു പരമബോധത്തെയും ബ്രഹ്മത്തെയും ശുദ്ധ ചൈതന്യത്തെയും ഒക്കെയാണ് എടുത്തു കാണിക്കുന്നത്. ലളിതമായ ഒരു ഉദാഹരണം, സ്കൂൾ ക്ലാസ്സിലെ കുട്ടി ലോകജീവിതം പഠിക്കുന്നു. ഒരു മിഡിൽ ലെവലിലെത്തുമ്പോൾ ആദ്യ ക്ലാസ്സുകളിൽ ഞാനും എനിക്ക് ചുറ്റുമുള്ള ലോകം എന്താണെന്ന് അറിയുന്നു. ഒരു പ്രൈമറി ക്ലാസ്സൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പർ പ്രൈമറി, സെക്കൻഡറി ഒക്കെ എത്തുമ്പോഴത്തേക്കും അന്വേഷണത്തിൻ്റെ ബോധത്തിലേക്ക് എത്തുന്നു.
അത് കഴിഞ്ഞ് UG PG ഒക്കെ എത്തുമ്പോഴത്തേക്കും ആത്മബോധമുള്ളവനായിട്ട് മാറുന്നു. ആ ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഡോക്ടർ ഓഫ് ഫിലോസഫി ആയിട്ട് മാറുന്നു. ദർശനശാസ്ത്രം കൈമുതലാക്കിയിട്ടുള്ള ആളായിട്ട് മാറുന്നു. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ദർശനശാസ്ത്രമാണ്. അതാണ് ആത്മബോധം. അപ്പോൾ PhD എത്തുമ്പോഴത്തേക്കും ആത്മബോധം ഉണ്ടാവണം. ശ്രീചക്രം ഈ യാത്രയുടെ ഒരു ആത്മീയമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു മാപ്പായിട്ട് നമ്മൾ കാണണം. ശ്രീവിദ്യയുടെ വലിയ സന്ദേശം എന്ന് പറയുന്നത് ദേവി പുറത്തുള്ള ഒരു ദൈവമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ഒരു 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 ഏറ്റവും നല്ല സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ കാണണമെന്നുള്ളതാണ്. പ്രപഞ്ചം എവിടെയാണെന്ന് ചോദിച്ചാൽ ദേവിയുടെ സങ്കല്പത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അമ്മ എന്ന ആ ബോധം അച്ഛൻ എന്ന ശിവന്റെ ബോധവും അമ്മ എന്ന ദേവിയുടെ ബോധവും കൂടി ചേരുമ്പോൾ കിട്ടുന്ന മനുഷ്യബോധമായിട്ട് മാറുകയും ഇതാണ് സൃഷ്ടിയുടെ ഉറവിടം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശ്രീചക്രത്തിൻ്റെയും ദേവീ ശിവസ്വരൂപത്തിൻ്റെയും ആത്മീയതയുടെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ ലോകം അറിയുന്നത്. നന്ദി, നമസ്കാരം.